ശ്രീമതി CK ആശ. സർ, വൈക്കം കടുത്തുരുത്തി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ചന്തപ്പാലം മുളക്കുളം വടയാർ റോഡിൻ്റെ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നത് സംബന്ധിച്ചാണ് സാർ ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. സാർ, ഒരു റോഡിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഒരു നാട്ടുകാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ അറ്റത്തെ ഉദാഹരണമായി ആണ് സാർ ഞാൻ ഈ റോഡിൻ്റെ പ്രദേശം, അതിൽ 22 കിലോമീറ്റർ ഉള്ള ഈ റോഡിൻ്റെ നിർമ്മാണ ഘട്ടത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സാർ, 2.5 വർഷക്കാലമായി 22 കിലോമീറ്റർ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് സാർ. അതിൽ 30% നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന നിർമ്മാണ കമ്പനി ചെയ്തത്. 26ഓളം കലുങ്കുകൾ പൊളിച്ചിട്ട് അതിൽ ചിലത് പകുതി മാത്രം നിർമ്മിച്ച് ബാക്കി പകുതി തോടായിട്ട് കിടക്കുന്ന സന്ദർഭം. സാർ, ഈ റോഡിലൂടെ നമ്മുടെ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള KPPL എന്ന പത്രനിർമ്മാണ കമ്പനി, KRL റബ്ബറിൻ്റെ ഇൻഡസ്ട്രീസ് പാർക്ക്, അതോടൊപ്പം തന്നെ ഭവൻ സ്കൂള്, അവിടുത്തെ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ 3 സ്കൂളുകൾ, സാർ, ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ ഗതാഗതം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും അവിടെ നടന്നു പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സാർ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ നിലവിലുണ്ടായിരുന്ന കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആണിപ്പോൾ അതിൻ്റെ തടസ്സമുണ്ടായിരുന്നത്. സാർ, 2.5 വർഷക്കാലം കൊണ്ട് 30% മാത്രം ജോലി ചെയ്തൊരു കോൺട്രാക്ടറെയാണ് ടെർമിനേറ്റ് ചെയ്തത്. അത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ പോലും സാർ, അതിന് ഇനി ഒരു റീടെൻഡറിലേക്ക് പോകുന്നതിനുള്ളൊരു കാലതാമസമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഇതിപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി 1,14,00,000 രൂപ അനുവദിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടെങ്കിലും 22 കിലോമീറ്ററിൽ ഭൂരിഭാഗവും വൈക്കം മണ്ഡലങ്ങളിലൂടെ, എൻ്റെ മണ്ഡലത്തിലൂടെയാണ് സാർ കടന്നു പോകുന്നത്. നാളിതുവരെ അതിൻ്റെ മെയിൻ്റനൻസ് എൻ്റെ മണ്ഡലത്തിലേക്ക് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത് അടിയന്തരമായി ആ മെയിൻ്റനൻസ് വൈക്കം മണ്ഡലത്തിൻ്റെ റോഡിൻ്റെ ഭാഗത്ത് ആരംഭിക്കുന്നതിന് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഒപ്പം തന്നെ റീടെൻഡറിന് ആവശ്യമായ നടപടി. സാർ, ഇനി 2 മാസം കഴിയുമ്പോൾ മഴ ആരംഭിക്കുകയാണ്. കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി അത് ഒരു റീടെൻഡർ നടപടിയിലേക്ക് കൊണ്ടുവരുന്നതിനും റോഡ് ഏറ്റവും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാർ, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ട വടയാർ ചന്തപ്പാലം മുളക്കുളം റോഡ്, വടയാർ കല്ലാറ്റുപാലം മുട്ടുച്ചിറ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി, അതിനെക്കുറിച്ചാണ് ഇവിടെ ആ വിഷയമാണ് ബഹുമാനിയായ ശ്രീമതി CK ആശ സബ്മിഷനായി ഉന്നയിച്ചിട്ടുള്ളത്. മേരി മാതാ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി കരാർ ഏറ്റെടുത്ത് 12/5/2022 ആരംഭിച്ചു. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവൃത്തി മുന്നോട്ട് പോയില്ല. ബഹുമാനിയ MLA ഞങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രവൃത്തിയുടെ പുരോഗതി വളരെ കുറവായി. മന്ത്രി തലത്തിലും സെക്രട്ടറി തലത്തിലും ഒക്കെ നിരവധി റിവ്യൂ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. MLA ഓർക്കുന്നുണ്ടാകും. വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല. തുടർന്നാണ് 20/9/2024 കരാറുകാരൻ്റെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാറ് റദ്ദാക്കിയത്. പുതിയ പ്രവൃത്തി ക്രമീകരിക്കുന്നത് വരെ റോഡ് ട്രാഫിക്കബിളായി നിലനിർത്തുവാൻ തുക അനുവദിക്കുകയും പ്രവൃത്തി ടെൻഡർ ചെയ്ത് കരാറുകാരന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. ബാലൻസ് പ്രവൃത്തിക്കുള്ള DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. 1 മാസത്തിനകം DPR പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം പ്രത്യേകം നൽകിയിട്ടുണ്ട്. DPR ലഭ്യമായതിനു ശേഷം ഫണ്ടിംഗ് ഏജൻസിയായ ജർമ്മൻ ബാങ്കിൻ്റെ അനുമതി ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കാം. MLA ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുക.